എക്സ്ക്യൂസ് മീ, കളക്ടർ സാർ ഉണ്ടോ? ആ ഉണ്ടല്ലോ. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എന്നെ പേടിപ്പെടുത്താൻ നോക്കണ്ട. ഞാൻ കളക്ടർ മുത്തുകൃഷ്ണൻ, ആള് വേറെ. ഈ പാവങ്ങളുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടാനുള്ള നിങ്ങളുടെ ശ്രമത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും, എന്നെ അതിൽ പെടുത്തരുത്. അപ്പൊ ഇറങ്ങല്ലേ? ശരി സാർ അധികകാലം ഈ കസേരയിൽ ഉണ്ടാവുന്ന കരുതണ്ട. ശരി സാർ. സാർ. ആ വരൂ പ്ലീസ്. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കും. ആ എന്താ വിശേഷം? ഞങ്ങൾ ആശ്രയ ഭവൻ എന്ന വൃദ്ധസദനത്തിൽ നിന്നും വരുന്നവരാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വാർഷികത്തിന് സാറിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. എന്നാ വാർഷികം? അടുത്ത മാസം സാറിന് സൗകര്യമുള്ള ഒരു ദിവസം. അടുത്ത മാസം നോക്കട്ടെ. അടുത്ത മാസം 15-ാം തീയതി സൺഡേ ആയാലോ? അത് മതി സാർ. വളരെ സന്തോഷം. നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര അമ്മമാരുണ്ട് അവിടെ? അത് പിന്നെ 100ഓളം അമ്മമാരുണ്ട് സർ. ഞാൻ തീർച്ചയായിട്ടും എത്തിക്കോളാം. എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വരാൻ വളരെയധികം താല്പര്യമുണ്ട്. ഞാൻ പഠിച്ചതും വളർന്നതും ഇതുപോലൊരു അനാഥാലയത്തിലാണ്. അതെയോ? അതെ. അപ്പോൾ സാറിന്റെ അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും കണ്ട ഓർമ്മ എനിക്കില്ല. അവരാരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല. ഒരു പാർവതി അമ്മയാണ് എന്നെ അനാഥാലയത്തിൽ എത്തിച്ചത്. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാനൊരു ഭിക്ഷാടന മാഫിയയുടെ കൈകളിലായിരുന്നു. അവിടെ നിന്നും അവരെന്നെ രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ. കൊന്നുകളഞ്ഞൻ കിടക്കണം കിടക്കണം.
ഹലോ. ഹലോ, പാർവതി മാഡം അല്ലേ? അതെ, ആരെ? മാഡം, രാജഗിരി സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളാണ്. നന്ദന മോൾക്ക് വീണ്ടും ഫിക്സ് വന്നു. വല്ലാത്തൊരവസ്ഥയിലാ. കുട്ടികളെല്ലാം പേടിച്ചിരിക്കുക. മാഡം, എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം പ്ലീസ്. എന്റെ ഈശ്വര, ഞാൻ ഉടനെ തന്നെ വരാം മാഡം. എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് മാറൂ പ്ലീസ്. ഹലോ മാഡം, കുറച്ചുമ്പോ ഒരു ബൈക്കാരനെ ഇടിച്ചിട്ട് പോയതാ. പോലീസ് വരട്ടെ, അല്ലെങ്കിൽ വെറുതെ പ്രശ്നമാവും. എന്താ പ്രശ്നം? പോലീസ് വരുന്നവരെ കാത്തിരുന്ന ഈ കുട്ടി ചത്തുപോകും. ചാവുന്നെങ്കിൽ ചാവട്ടെ മാഡം. തെരുവിൽ കിടന്ന് വളരുന്ന പിള്ളേരാ. ചത്ത ആർക്കാ നഷ്ടം? അല്ലേലും ഇവറ്റകളൊന്നും പെട്ടെന്ന് ചാവുമില്ല. മാഡം, നിങ്ങളുടെ തലയ്ക്കെന്താ വല്ല അസുഖമുണ്ടോ? നല്ല ഇടി ഇടിച്ചേക്കുന്നത്. ഇവന്റെ എവിടെയൊക്കെ പൊട്ടിയെന്ന് ആർക്കറിയാം. എടുക്കുമ്പോഴായിരിക്കും ഇവന്റെ പണി തീരുന്നു. വെറുതെ പോലീസുകാരുടെ ഇടി കൊള്ളാനുള്ള ആരോഗ്യം നമുക്കില്ലേ? ഒന്ന് പോട്ടെ. പ്ലീസ്, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഒന്ന് എടുക്കാൻ സഹായിച്ചാ മതി. തക്ക സമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി. രക്തം ഒരുപാട് പോയിട്ടുണ്ട്, ബട്ട് ഹീസ് ഓൾ റൈറ്റ്. റോഡിൽ കിടന്ന കുട്ടിയെ രക്ഷപ്പെടുത്താൻ മാഡം കാട്ടി ധൈര്യമുണ്ടല്ലോ. ഹോ, റിയലി അപ്രീഷിയേറ്റ് ചെയ്യൂ. ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ അവനെ അവിടെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല ഡോക്ടർ. പെട്ടെന്ന് കിട്ടിയ ഒരു ധൈര്യത്തില് ഞാനത് ചെയ്തത്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ പേടി തോന്നുന്നു. മാഡം, ഇതാ കുട്ടിയുടെ ബ്ലഡിന്റെയും മരുന്നിന്റെയും ബില്ല. കൊണ്ടുപോയി അടയ്ക്കണം. തൽക്കാലം ഇത് കൊണ്ടുപോയി കൊടുക്കൂ. വീട്ടിൽ പോയി പൈസ എടുത്തിട്ട് വരാൻ ഞാൻ. നിക്കേ, അതിങ്ങ് തരൂ. ഞാനും ഒരു മനുഷ്യനല്ലേ, കുറച്ച് മനസാക്ഷിയൊക്കെ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. ബില്ല് എൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറയൂ. ശരി ഡോക്ടർ. നിർത്തിക്കോ, ഇന്നത്തോടെ നിർത്തിക്കൂടല്ല. നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടരുതെന്ന്. കണ്ടെത്തികളെ രക്ഷിക്കാൻ നടക്കുന്നവള്, അതിന് നീ ആരടി? മദർ തെരേസയോ? സ്വന്തം കുഞ്ഞ് സ്കൂളിൽ ഫിക്സ് വന്ന് നടക്കുമ്പോഴാ അവളുടെ ഒരു ജനസേവനം. ഓഫീസിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങി ഓടുമായിരുന്നു ഞാൻ, അറിയോ നിനക്ക്? അതിനിടയ്ക്ക് ഞാൻ അനുഭവിച്ച ടെൻഷൻ എവിടെ? അതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? ജോലിയും കൂലില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ കരയണ്ടമ്മ, എനിക്കൊന്നുമില്ല. അച്ഛ, അമ്മ പാവ. അമ്മയെ വഴക്ക് പറയണ്ട അച്ഛ, അമ്മ പാവ. പാവം
എന്നെ പറഞ്ഞാ മതിയല്ലോ. സഞ്ചരിക്കാൻ കാറും ആവശ്യത്തിന് പണവും ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തോ ആവാലോ. എന്നിട്ടും മോളെ നോക്കാനും വീട്ടുകാരെ നോക്കാനും ജോലിക്ക് പോകാനും ഞാൻ. നിർത്തടാ. ഇത്രയധികം വർത്താനം പറയാൻ വേണ്ടി അവൾ എന്ത് തെറ്റാ ചെയ്തത്? റോഡിൽ കിടന്ന് മരിച്ചു പോകേണ്ട ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതാണോ അവള് ചെയ്ത തെറ്റ്? പറയടാ. നീ പറഞ്ഞല്ലോ ഈ വീട്ടിലെ ജോലിയൊക്കെ നീയാ ചെയ്യുന്നതെന്ന്. ആഹാരം കഴിച്ച പാത്രം കഴുകി വെച്ചിട്ടുണ്ടോടാ നീ എന്തെങ്കിലും? അവൾക്ക് ജോലിയില്ലാത്തതാ ഇപ്പൊ കുറ്റം. നീ 7-8 മണിക്കൂറല്ലേ ജോലി ചെയ്യുന്നുള്ളൂ. 24 മണിക്കൂർ നേരം ഈ കുടുംബത്തിന് വേണ്ടി പാടുപെടുന്നവളാ അവൾ. ശമ്പളത്തിന്റെ കാര്യം നോക്കിയാ നിനക്ക് കിട്ടുന്നതിന്റെ 4 ഇരട്ടി കൊടുത്താലും മതിയാവില്ല. എന്നിട്ടും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവളോട്? ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ നീ? എന്നിട്ടും പാവം ഇന്ന് വരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അമ്മ എപ്പോഴും ഇവിടെ സപ്പോർട്ട് ചെയ്തേ പറയൂ. അതേടാ, മരുമകളല്ല, എന്റെ മകളാ. എനിക്കെന്റെ പാറു. അമ്മേ, ആ കുട്ടിയെ കണ്ടപ്പോ ഞാനെല്ലാം മറന്നു പോയമ്മേ. എല്ലാം എന്റെ തെറ്റാ, എന്റെ തെറ്റാ അമ്മേ. ഇതുവരെ അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലേ? പിന്നെ നീയൊക്കെ എന്തിനാണ്? വേണോ എനിക്ക് അവനെ? പോലീസുകാരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ അപ്പൊ തീരുവി പാണ്ടി. മുരുക, എന്നെ പണ്ണോടാ. അണ്ണാ, ഏതോ ബൈക്കടിച്ച് റോഡിൽ കിടന്നൊരു കുട്ടി ഒരു പെണ്ണെടുത്തോണ്ട് പോയതൊരു ന്യൂസ് ഉണ്ട്. എന്താ പൊണ്ണ്? അറിയില്ല അണ്ണാ. പിന്നെ എന്തിനാടാ നീയൊക്കെ? കണ്ടു പിടിച്ചു താനാകണം. മുരുക, വണ്ടിയുടെ സീക്രം. മോനൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ആശുപത്രിയാ, പേടിക്കണ്ട. മോന്റെ പേരെന്താ? മുത്തുവിന് എന്താ പറ്റിയെന്നറിയാമോ? ചെറിയൊരു അപകടം, ചെറിയൊരു മുറിവുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുത്തുവിൻ്റെ വീട് എവിടെയാ? മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അറിയില്ല. അച്ഛനും അമ്മയും? അറിയില്ല. മുത്തു എങ്ങനെ ഇവിടെ എത്തിയത്? ആരാ മുത്തുവിനോട് കൊണ്ടുവന്നത്? പാണ്ടി സാർ. ആരാ ഈ പാണ്ടി സാർ? അടിക്കുന്നു സാർ. പൈസ കുറഞ്ഞ അടിക്കും. മുത്തുവിൻ്റെ കൈയും കാലും ഒക്കെ എങ്ങനെ പൊള്ളിയത്? പാണ്ടി സാർ, പൈസ കുറഞ്ഞ തീ വെക്കും. എന്റെ ഈശ്വര, വിശക്കുന്നു. ഓ, വിശക്കുന്നുണ്ടോ? കുഞ്ഞിന് ജ്യൂസ് എന്തെങ്കിലും കൊടുക്കുക. ശരി ഡോക്ടർ. മാഡം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. വിശ്വസിച്ചേ പറ്റൂ. കുട്ടികളെ പല സ്ഥലങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് കൈയും കാലുകളും പൊള്ളലേൽപ്പിച്ച് ഭിക്ഷയെടുപ്പിക്കുന്ന വൻ സംഘങ്ങൾ നമ്മുടെ നഗരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അവർ നിസ്സാരക്കാരല്ല. എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവർ. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും അവരുടെ കൈകളിൽ തന്നെയുണ്ട്. അവരിപ്പം തന്നെ മുത്തുവിനെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടാവും. നമുക്കിതിപ്പോ തന്നെ പോലീസിൽ അറിയിച്ചാലോ? ശരിയാണ്, ഞാനത് ആലോചിക്കുന്നിട്ടല്ല. ഇനി വൈകണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെതിരെ ഞാൻ കേസെടുക്കേണ്ടത്? ഒരു പാണ്ടിച്ചെല എന്നുള്ള പേര് മാത്രം വെച്ച് ഇവിടെയുള്ള കംപ്ലീറ്റ് തമിഴന്മാരെ എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമോ? പറ. സാർ ഇതിനെ ഇത്ര നിസ്സാരമായി കാണരുത്. ഇല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാം. ആ പാണ്ടിച്ചെലയൻ എവിടെയുണ്ടെന്ന് പറ, ഞാൻ അവിടെ വന്ന് അറസ്റ്റ് ചെയ്യാം. എന്താ, മതിയോ? സാറ് കളിയാക്കാണോ? നാണോ ഇല്ലേ ഈ കസേരയിൽ ഇങ്ങനെ പറയാൻ? മാഡം നാട് നന്നാക്കിയേ അടങ്ങൂ, അല്ലേ?
നിങ്ങൾ വണ്ടി ഇടിപ്പിച്ച ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് കേസെടുക്കാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. ഹ. എങ്കി അങ്ങനെ തന്നെ ആവട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ സാർ കേസ് എടുക്ക, അപ്പൊ കാണാം. സാർ വച്ചിട്ട് പോടോ. ഡോക്ടറെ കൂടെ നാട് തണ്ടാൻ നടക്കുന്നുള്ളു. നിന്റെ ആരാടി തെണ്ടിച്ചക്കൻ? നാട്ടുകാർ പറയുന്നത് കേട്ട തൊലി ഉരിഞ്ഞു പോവാ. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇനി വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ കൊന്നുകളയും ഞാൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, ഇരിക്കൂ. അയ്യോ വേണ്ട സർ, ഞാൻ ഇവിടെ നിന്നോളാം. എന്റെ പേര് പാണ്ടിച്ചെല്ലയ്യൻ. എല്ലാവരും എന്നെ പാണ്ടീന്ന് വിളിക്കും. ഞാൻ ഒരു പാവം ആക്രിക്കച്ചവടക്കാരനാണേ. എന്റെ ഒരു പണിക്കാരൻ പയ്യനെ ഏതോ ബൈക്ക് ആക്സിഡന്റായി ഇവിടെ കൊണ്ടുവന്നു കേട്ടു. അവനെ എനിക്കൊന്ന് കാണണം. അപ്പൊ താനാണ് ഈ പാണ്ടിച്ചെല്ലയ്യൻ? ആ കുട്ടി അവർ കൊണ്ടുപോയല്ലോ. യാര് യാര് ആരാണോ അവനെ ഇവിടെ കൊണ്ടുവന്നത് അവര് തന്നെ. ഡോക്ടറാണെന്ന് ഞങ്ങ നോക്കൂല, പൊളിച്ചടിക്കളെ പന്നി. സത്യം പറ മുത്തോടെ പറയാൻ. ഡോക്ടർ, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ അടുത്ത് കള്ളം മാത്രം പറയരുത്. എനക്ക് അത് മട്ടും പിടിക്കാതെ. ഇവിടെ നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങി പോണം മിസ്റ്റർ. അപ്പോ മര്യാദക്ക് പറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലാവില്ലല്ലേ? ഡോക്ടർ, இந்த பாண்டி உங்களுக்கு தெரியாது. നിങ്ങൾക്ക് உயிரை காப்பாத்தின வேலை தான் தெரியும். ஆனா எனக்கு உயிரை எடுக்கிற வேலை மட்டும்தான் தெரியும். நான் வீണ്ടും വരും. കാണാം. ഡോക്ടർ പറഞ്ഞിടത്തോളമാണ് കാര്യങ്ങളെങ്കിൽ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. നിയമപരമായി ആ കുട്ടിയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. മാത്രമല്ല അത് ക്രിമിനൽ കുറ്റവുമാണ്. പോലീസിനെ ഏൽപ്പിച്ചാൽ അവരാ കുട്ടിയെ വല്ല ചൈൽഡ് കെയർ സെന്ററിലും കൊണ്ടാക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. അവിടെയൊക്കെ ആ കുട്ടി എത്രത്തോളം സുരക്ഷിതനായി കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ പോലീസിന് എനിക്കത്ര വിശ്വാസം പോരാ. ഡോക്ടർ, നമുക്കൊരു കാര്യം ചെയ്താലോ? ആലുവയിലെ ജനസേവാ ശിശുഭവനിൽ അവനെ കൊണ്ടാക്കാം. അവിടുത്തെ ചെയർമാൻ മിസ്റ്റർ ജോസ് മാവേലി എന്റെ അടുത്ത സുഹൃത്താ. അവിടെ അവൻ സുരക്ഷിതനായിരിക്കും. പോരാത്തതിന് നല്ല വിദ്യാഭ്യാസവും കിട്ടും. എന്താ? ആയിക്കോട്ടെ. എങ്കിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് തന്നെ അതിനുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ റെഡിയാക്കാം. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളെപ്പോലെ നന്മയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടിക്കൊള്ളൂ. പാർവതി, ഞാൻ ഡോക്ടറാണ്. ഇന്നലെ മുത്തുവിനെ തിരക്കി കുറച്ച് ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് ഇനിയും ആ കുട്ടി ഇവിടെ കിടത്തുന്നത് അപകടമാണ്. ഇന്ന് തന്നെ അവനെ ഇവിടുന്ന് മാറ്റണം. ആ ഗുണ്ടകൾ ഏത് നിമിഷം തിരിച്ചു വരാം. എങ്ങനെയെങ്കിലും മുത്തുവിനെ രക്ഷപ്പെടുത്തണം ഡോക്ടർ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനും ഡോക്ടറും തമ്മിൽ മോശമായ ബന്ധമുണ്ടെന്ന് നാട്ടുകാരും എന്തിന് എന്റെ ഭർത്താവ് പോലും വിശ്വസിച്ചിരിക്കുക. ഞാൻ തളർന്നു ഡോക്ടർ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പോകാൻ പറ. ഭർത്താവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. സമൂഹത്തിനെ നോക്കി ജീവിക്കാനും നമുക്ക് പറ്റില്ലല്ലോ. ഒരു പെണ്ണും ഒരാണും കൂടി കാറിലോ വീട്ടിലോ വെച്ച് കണ്ടുമുട്ടിയാൽ മോശമായി ചിത്രീകരിക്കുന്ന ഈ സമൂഹത്തെ എനിക്ക് പേടിയില്ല. അവരെ പേടിച്ചാൽ ഈ നാടിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ നമുക്ക് പരസ്പരം വിശ്വാസമുള്ളിടത്തോളം കാലം ധൈര്യമായി മുന്നോട്ട് പോകാം. ഒരു കുഞ്ഞിന്റെ ജീവിതങ്ങൾ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ലേ? പ്ലീസ്. ഞാൻ ഉടനെ തന്നെ വരാം ഡോക്ടർ. അമ്മേ, ആരാ ഇത്? ഇതമ്മേ, ഞാൻ പറഞ്ഞ മുത്തു. മോനിങ്ങി വാ. ഇങ്ങി വന്നേ. മോൻ നല്ല മിടുക്കനാണല്ലോ. ഇവനെ ഇവിടെ കൊണ്ടുവന്ന വല്ല പ്രശ്നവും ഉണ്ടാവുമോ മോളെ? അമ്മേ, ഒരു ദിവസം മുത്തു ഇവിടെ നിൽക്കട്ടെ. നാളെ നമുക്കിവനെ ജനസേവാ ശിശുഭവനിൽ കൊണ്ടാക്കാം. അത് ശരി. മുത്തുവിനെ അവിടെ ചേർക്കാനുള്ള എല്ലാ ഏർപ്പാടും വക്കീല് ചെയ്തിട്ടുണ്ട്. ഡോക്ടറും വരാന്നാ പറഞ്ഞത്. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്താ മതി. മുകുന്ദേട്ടൻ ടൂറ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മുത്തുവിനെ ഞാനിവിടെ കൊണ്ടുവന്ന കാര്യം അമ്മ പറയണ്ട. അവനെ ഓർത്ത് ഈ കാര്യത്തിൽ മോൾ ഒട്ടും പേടിക്കണ്ട. മുകുന്ദനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ഇവനെ നമുക്ക് പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഇവൻ എന്റെ മുത്തുവാ, അല്ലേ? അമ്മയുടെ ഈ ധൈര്യവും സ്നേഹവും
എനിക്ക് ആശ്വാസം. അയ്യോ, എങ്ങനെയാ മോനെ ഇതൊക്കെ പൊള്ളിയത്? അത് പാണ്ടി സാർ പൊള്ളിച്ചതാ. സർക്കസ് കളിച്ചപ്പോ പൈസ കുറഞ്ഞതിന്. ഈശ്വര, എന്തൊരു ദുഷ്ടന്മാരാ! കണ്ണി ചോരയില്ലാത്ത മൃഗങ്ങൾ. മോൻ ഇനി ഒന്നും പേടിക്കണ്ട കേട്ടോ. മോൻ ഇനി അമ്മുമ്മയുണ്ട്. സാർ, ലീഗലായുള്ള പ്രൊസീജിയേഴ്സ് മുഴുവൻ കഴിഞ്ഞു. ഇനി മുത്തുവിന്റെ കാര്യങ്ങൾ സാറിന്റെ കൈകളില്ല. ഇതാ. മുത്തുവിനൂടെ ഒരു കുറവും ഉണ്ടാവില്ല. അവനിവിടെ സുരക്ഷിതനായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. സത്യത്തിൽ ഇവിടെ വരുന്നതുവരെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. പലരും പല അഭിപ്രായമാ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ കുട്ടികളെ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി സാർ. സ്വാതന്ത്ര്യം കിട്ടി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇന്ത്യയുടെ തെരുവുകളിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന പിഞ്ചു ബാല്യങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല? അവർക്കുമില്ലേ മൗലികാവകാശങ്ങൾ? ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നിവ എല്ലാവരുടെ അവകാശങ്ങളാണെന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ. അവ നടപ്പിലാക്കാനും ഭരണകർത്താക്കൾ മുന്നോട്ട് വരണം. അതിലേക്കായി ജനമുന്നേറ്റം ശക്തിപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സാർ ഒരുപാട് ഇമോഷണലായി. സോറി, കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ അറിയാതെ ഇമോഷണലായി പോവും. നിങ്ങൾ ധൈര്യമായിട്ട് വെക്കുള്ളൂ. മുത്തുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ? ഓക്കെ ഓക്കെ. ആ, പഠിക്കുന്ന കണ്ടോ? എന്താ അമ്മയുടെ മുഖം വാടിയിരിക്കുന്നത്? ഇന്നലെ രാത്രി മുഴുവനും ഒരു പോള കണ്ണടച്ചില്ല ഞാൻ. കണ്ണടച്ച മുത്തുവിന്റെ മുഖമാ മനസ്സിൽ. കുറേ ദിവസമായില്ലേ നമ്മൾ മുത്തുവിനെ കണ്ടിട്ട്. നാളെ നമുക്ക് ജനസേവ വരെ ഒന്ന് പോയാലോ? ശരിയാ, നമുക്ക് പോവാം അമ്മേ. എനിക്കും മുത്തുവിനെ കാണാൻ കൊതിയാവുന്നു. One morning, Chilpa came out from her hole and asked. ഒരു ദിവസം രാവിലെ തന്നെ ചിൽപ്പ എന്ത് ചെയ്തു? ഹോളിനുള്ളിൽ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ ചോദിച്ചേ? ചിപ് 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 ചിപ്. Haven't you woken up, bunny? ഇവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു. They lived in a bushy land near Miku's house. മിക്കുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബുഷി ലാൻഡ്, ഒരു പച്ച പിടിച്ച സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ആ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓൾ സിറ്റ് ഡൗൺ. ഈ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? മുത്തുവിന്റെ അമ്മൂമ്മയും അമ്മയുമാണ്.
എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? മുത്ത് നല്ല മിടുക്കനായിപ്പോ. ഇവിടെ എല്ലാവരുടെയും കൂടെ ഡാൻസ് ചെയ്യാനും പഠിച്ചു. ആഹാ, എല്ലാവരും കൂടെ ഒരു ആക്ഷൻ സോങ് കളിച്ചേ. അമ്മൂമ്മ അമ്മയൊക്കെ ഒന്ന് കാണട്ടെ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ആക്ഷൻ സോങ്. എല്ലാരും നല്ല മിടുക്കന്മാരും മിടുക്കത്തികളും ആണല്ലോ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടമായി. എല്ലാവരും പഠിച്ചു വലിയവരാകാൻ അമ്മ പ്രാർത്ഥിക്കാം കേട്ടോ. താങ്ക്സ് പറ മക്കളെ. എന്റെ ഈശ്വര, പാവം കുഞ്ഞുങ്ങൾ. അതെ മാഡം, എല്ലാ കുട്ടികൾക്കും നിരവധി സങ്കട കഥകളുള്ളതാ. ഭൂരിഭാഗം കുട്ടികളും ഭിക്ഷാടന മാഫിയയുടെ വലയിലായിരുന്നു. അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തിയതാ. ശരിക്കും സർ, ഇത്രയും കുട്ടികളെ അച്ചടക്കത്തോടെ വളർത്തുന്നത് തന്നെ വലിയൊരു കാര്യം. നിങ്ങളാണോ ജോസ് മാവേലി? അതെ, എന്തേ? സലമ, இந்த അമ്മാവയുടെ കുട്ടി മുത്തുവിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഞങ്ങൾക്ക് വേണം. നിയമപരമായിട്ടാണ് കുട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ മതി, ഇവിടെയല്ല. പോലീസാ? പോലീസ് ഒരു പ്രശ്നമല്ല. കുട്ടിയെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നിങ്ങൾ എന്ത് ചെയ്യും? ഭീഷണിയാണോ? അയ്യോ പാണ്ഡി സാർ, വാ. ഇവരെ മുത്തുന് അറിയാമോ? ഇല്ല. നിന്റെ അമ്മയാന്ന് അവര് പറയുന്നത്. എനിക്ക് അമ്മയില്ല സാർ. ഇവരൊന്നും എനിക്കറിയില്ല. പാണ്ഡി സാറിനെ മാത്രം അറിയാം. അയാളെ എന്റെ കൈ പൊള്ളിച്ചേ. എന്നെ ഇവരുടെ കൂടെ പറഞ്ഞയക്കില്ല സാർ. ഞാൻ പോവൂല. എന്നെ വിടല്ലേ. മുത്തുനകത്തുണ്ടോ? മോഞ്ചല്ലേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പോലീസ് പോലീസ് പേടിപ്പിക്കുന്നോടാ. മര്യാദക്ക് മുത്തുവിനെ തിരിച്ചതാ, അല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ. മുരുക, സീക്രം പാരങ്ങളാ. എനിക്കറിയില്ല. അപ്പൊ നീയാണ് പാണ്ഡിച്ചെലിയനല്ലേ? നിങ്ങൾക്ക് എന്നെ തെറിയാതെ. ഈ സാറന്മാരെ തൂക്കി വണ്ടിയേട്. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാർ, സാർ, ഇതാണ് മുത്തുവിന്റെ അമ്മ. ആഹാ, കൊള്ളാവല്ലോടി. നിന്റെ എത്രാമത്തെ മോനാ മുത്തു? மன்னிச்சிடுங்க ஐயா, பாண்டி சார் தான் சொன்னாங்க சார். താങ്ക് യു സാർ. എന്തിനാ ഇതിനൊക്കെ നന്ദി പറയുന്നത്? ഓക്കെ, ബൈ. ശരിയെന്നാ, വണ്ടി എടുത്തോളൂ.
നമസ്കാരം. ഹലോ സർ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം. മോനെ, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു നാടകം ഉണ്ടായി. നാടകോ? മുത്തുവിന്റെ അമ്മയാണെന്നും ബന്ധുക്കളാണെന്നും പറഞ്ഞ് കുറെ പേര് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ചു എല്ലാറ്റിനെയും. എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ? അവര് വീണ്ടും വന്നാലോ? ഒന്നും പറ്റില്ല, ഞാനുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. കണ്ടോ മുത്തു എത്ര മിടുക്കനായെന്ന്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെപ്പോലെ അല്ല. ഭർത്താവിന് എങ്ങോട്ടാ പ്രമോഷൻ? ഡൽഹിക്ക്. ഇനി ഇങ്ങോട്ടില്ല അല്ലേ? എനിക്കൊന്നും അറിയില്ല. എന്റെ മുത്തുവിനെ. മോളെ, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ശരിയപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സർ, എൻ്റെ വീടിൻ്റെ അടുത്ത് പാർവതി എന്ന പേരുള്ള ഒരു അമ്മ തനിച്ച് താമസിക്കുന്നുണ്ട്. ആ അമ്മ സാറിപ്പോൾ പറഞ്ഞ പോലെ ഒരു കഥ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞത്? ആ അമ്മയുടെ പേര് പാർവതി എന്നാണോ? വളരെ കാലമായിട്ട് അവർ ഡൽഹിയിലായിരുന്നു. ഒരു മകളുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. വയസ്സായപ്പോൾ മകൾക്കും മരുമകനും അവരെ വേണ്ടാതായി. അമ്മയെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അമ്മയെ വീട്ടിൽ ഉപേക്ഷിച്ച് അവർ തിരികെ ഡൽഹിക്ക് പോയി. ഏതായാലും കൂട്ടിന് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മൈ ഗോഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് അവരുടെ അഡ്രസ്സും തരാമോ? തീർച്ചയായും തരാം സർ. എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് ഈ പാർവതിയമ്മ താമസിക്കുന്നത്. താങ്ക് യു.